Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നോമ്പ് നോൽക്കാൻ പറഞ്ഞ ആയത്തിന്റെ ഉടനെ അള്ളാഹു പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഉജീബു ദഅവത്തദ്ദാഇ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യുന്നതാണ്. അതിനവരെന്താ ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥിക്കുന്ന ആളുകള് ഞാൻ അവർക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അതിന്റെ നിബന്ധനയാണ് തുടർന്ന് അല്ലാഹു പറയുന്നത് ഫൽയസ്തജീബൂ ലീ, ഞാൻ പറഞ്ഞതിന് അവരുത്തരം ചെയ്യട്ടെ. വൽയുഅ്മിനൂ ബി, എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, എനിക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന്. അതുപോലെ അതിനൊക്കെയുള്ള കഴിവുള്ള ഏക ഇലാഹാണ് ഞാൻ എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ പറഞ്ഞതനുസരിച്ച് അവര് ജീവിക്കട്ടെ, എന്റെ കൽപ്പന ശിരസാ വഹിക്കട്ടെ. അതിന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ്. അതായത് അള്ളാഹു ദുആക്ക് ഇജാബത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം. എന്നാ പിന്നെന്തിനാണത് നോമ്പിനോട് ചേർത്ത് പറഞ്ഞത്? നോമ്പുകാരൻ ഇസ്തിജാബത്തുള്ള അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ച് ജീവിക്കുക എന്നതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നോമ്പ് വരെ. നമ്മൾ എന്തിനാ നോമ്പ് വെച്ചത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അള്ളാഹ് പറഞ്ഞിട്ടു. ഇന്ന സമയത്ത് ഭക്ഷണം നിർത്തണം എന്ന് അള്ളാഹു പറഞ്ഞു, ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നിർത്താം എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സമയത്ത് നിർത്തുക, അതിന് മുമ്പ് തന്നെ. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. സമയമായി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുന്നു. എന്താ കാരണം? അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന എല്ലാവരും ഒന്നിച്ച് വളരെ വ്യക്തമായി കൊണ്ടടക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ആ നോമ്പിനോട് ചേർത്തിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ ചോദിച്ചോളി ഞാൻ തരാം. ഇനി എന്തിനാ മടിച്ചിരിക്കുന്നത്?
അതുകൊണ്ട് തന്നെ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നത്, അള്ളാഹുവിന് ഇസ്തിജാബത്ത് ചെയ്യുക എന്നത് നമ്മുടെ റൂഹിന്റെ ഭക്ഷണമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുക. റസൂലിന് സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അള്ളാഹു പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. അതാണ് അള്ളാഹു റസൂലിന് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ ആ വിളി നിങ്ങൾ കേൾക്കി. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ഹയാത്ത് തരുന്നതിലേക്കാണ് അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിക്കുന്നത്. ഹയാത്തുള്ള മനുഷ്യന്മാരോടല്ലേ പറയുന്നത്, ജീവനുള്ള മനുഷ്യന്മാരോട്. ഭക്ഷണം കഴിക്കുക, നടക്കുക, കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറയാ, നിങ്ങൾക്ക് ഹയാത്ത് കിട്ടുന്ന കാര്യമാണ് അള്ളാഹും റസൂലും പറയുന്നത്. ഏത് ഹയാത്ത്? ശരീരത്തിന്റെ ഹയാത്തല്ല, ആത്മീയമായ ഹയാത്താണ്, നിത്യജീവനാണ്, സ്വർഗീയ ജീവിതമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇസ്തിജാബത്ത് ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞതായി കാണാൻ കഴിയും. അള്ളാഹു പറയുന്നുണ്ട്, അവമൻകാന മൈതൻ ഫഅഹ്യൈനാഹു, അവൻ മരിച്ചിരുന്നു, എന്നിട്ട് നമ്മൾ അവന് ജീവൻ നൽകി. വജഅൽനാ ലഹു നൂറൻ, അവന് നമ്മൾ ഹിദായത്ത്, ഖുർആൻ, ആ പ്രകാശം കൊടുത്തു. യംശി ബിഹി ഫിന്നാസ്, അതുമായിട്ടാണ് അവൻ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അവൻ കമം മസലുഹു ഫിദ്ദുലുമാത്ത്, ഇരുട്ടിൽ തപ്പുന്നവനെ പോലെയാണോ? അള്ളാഹുവിന്റെ ചോദ്യമാണ് ഖുർആൻ. അപ്പൊ ഖുർആനില്ല, ഹിദായത്തില്ല, ഇരുട്ടിലുള്ള ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അവമൻകാനം മൈത്തൻ, ഓ മയ്യത്ത. ഒരുപാട് മയ്യത്തിന്റെ കൂട്ടത്തിൽ, മരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ജീവനുള്ളവരാണ് ഖുർആനിലേക്ക് മടങ്ങിയവർ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഉത്തരം ചെയ്യുന്നവർ, റസൂല് പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ അല്ലാഹു തആല നമ്മോട് ഒരു നിത്യജീവനിലേക്ക്, റൂഹിലേക്ക്, റൂഹിന്റെ ജീവനിലേക്ക് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാകെ ഒരു വഴിയേ ഉള്ളൂ, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുക, അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമ്മൾ പ്രാവർത്തികമാക്കുക. എങ്ങനെയാണ് ആ പ്രാവർത്തികമാക്കൽ? അതെങ്ങനെ സ്വീകരിക്കും? സമിഅനാ വ അതഅനാ, വേറെ മറുചോദ്യമില്ല. അള്ളാഹ് പറഞ്ഞോ ഓക്കെ, റസൂല് പറഞ്ഞതാണോ ഓക്കെ, എന്റെ നാട്ടിലുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ വേറെ വർത്താനൊന്നുമില്ല. റസൂല് പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് അന്തിമമായി തീരുമാനിക്കുക, അതിന്റെ പേരാണ് സമിഅനാ വ അതഅനാ. ജൂതന്മാരാ വാക്ക് പറഞ്ഞിരുന്നു, സമിഅനാ വ അസൈനാ, ഞങ്ങൾ കേട്ടു പക്ഷെ അനുസരിക്കൂല. നമ്മൾ നേരെ മറിച്ചാണ്. അതിനാണ് ഇസ്തിജാബത്ത് എന്ന് പറയുക, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്നത്. അള്ളാഹ് പറയാ, അല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന, അള്ളാഹ്ക്ക് ഇജാബത്ത് ചെയ്ത ആളുകൾ, അങ്ങനെ അനുസരിച്ചോടാമെന്ന് വാക്ക് കൊടുത്തതിന് പരിശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് അൽ ഹുസ്ന, എവിടെയും നന്മയുണ്ട്. ദുനിയാവിലും നന്മയാണ്, മരണവേളയിലും നന്മയാണ്, മരിച്ച ആഹർത്ത് ചെന്ന അവിടെ നന്മയാണ്. എന്നാൽ വല്ലദീന ലം യസ്തജീബൂ ലഹു, അള്ളാഹുവിന് ഉത്തരം ചെയ്യാത്ത ആളുകൾ, അവരെ പറ്റി അള്ളാഹു പറയുന്നത് ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ, ഈ ഭൂമിയിലുള്ളത് മുഴുവനും അവർക്ക് പരലോകത്ത് അവരുടെ കയ്യിലുണ്ട് എന്ന് വെക്കുക. വമിസ്ലുഹു മാഹു, അത്ര തന്നെ വീണ്ടും ഉണ്ട്. ഈ ഭൂമി നിറയെയുള്ള വിഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട്, അതിന്റെ ഡബിളും ഉണ്ട്. എന്നാൽ ലഫ്തദൗ ബിഹി, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് കൊടുത്തുവിടുത്താൻ, അത് നഷ്ടപരിഹാരമായി കൊടുത്ത് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുമായിരുന്നു. അത്രയും ഭയാനകരമായ അവസ്ഥയാണ് മരിച്ചെന്നാൽ ഉണ്ടാകുക. ആർക്ക്? അള്ളാഹുവിന് ഇജാബത്ത് ചെയ്യാത്ത ആളുകൾ. അതുകൊണ്ട് വളരെ കൃത്യമായി അള്ളാഹുവിന് ഇജാബത്ത് ചെയ്യണമെന്നും അതിന് വിമുഖത കാണിക്കരുത് എന്നും, അങ്ങനെ കാണിച്ചാൽ മരണശേഷം കുറ്റബോധമുണ്ടാകും, ആ കുറ്റബോധം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് കീസ് നിറക്കാനോ ഭക്ഷണം കൊണ്ട് വയറു നിറക്കാനോ മാത്രമുള്ളതല്ല. ഇജാബത്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല മനുഷ്യന്. ആർക്കെങ്കിലും ഒന്നിന് ഇജാബത്ത് ചെയ്യണം. ഒന്നുകിൽ ശൈത്താൻ ഇജാബത്ത് ചെയ്യണം,
അല്ലെങ്കിൽ ദേഹേച്ഛക്ക് ഇജാബത്ത് ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇജാബത്ത് ചെയ്യണം. ഈ ഒരു 3 ഇജാബത്തില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയൂല. ഖുർആനും ഹദീസും അനുസരിച്ച് അള്ളാഹ്ക്കും റസൂലിനും വഴിപ്പെടുന്നില്ലെങ്കിൽ അവൻ ഇബ്ലീസിന് ഇജാബത്ത് ചെയ്യണം. ഇബ്ലീസ് പറഞ്ഞ പോലെയായിരിക്കും ജീവിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ അവന്റെ ദേഹേച്ഛ അവന് തോന്നിയതുപോലെയായിരിക്കും അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് അവർക്ക് 1000 കൊല്ലം ആയുസ് കിട്ടിയാലും മതിയാവൂല. അത്രത്തോളം ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണവർ. ഐഹിക ജീവിതത്തിന് പ്രേരണ നൽകുന്ന കാര്യങ്ങൾക്ക് ആണ് അവർ ഇജാബത്ത് ചെയ്യുന്നത്. അവർക്ക് അശേഷം അള്ളാഹുവിൽ വിശ്വാസമില്ല, അതുപോലെ പരലോക വിശ്വാസമില്ല. ഈ രൂപത്തിൽ അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും ഇസ്തിജാബത്ത് തന്നെയാണ്. സഹാബാക്കൾ അവരുടെ ജീവിതത്തിലും അവർ അള്ളാഹുവിന് ഇസ്തിജാബ ചെയ്തു. നമ്മളെക്കാൾ കൂടുതൽ ചെയ്യേണ്ടി വന്നു അവർ. നമ്മളോടിപ്പോ നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെയല്ലേ പറഞ്ഞത്. എന്നാൽ സഹാബാക്കളോട് അത് മാത്രല്ല, ഈ റമദാൻ മാസത്തിൽ തന്നെ നിങ്ങളെ തടി വേണോന്ന് പറഞ്ഞു അല്ലാഹ്, എന്നാ ഇത പിടിച്ചോ എന്ന് പറഞ്ഞു സഹാബത്ത്. അതാ ബദർ, അതായിരുന്നു മക്കം ഫതഹ്. ഏത് രംഗത്തും അവർ എന്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു. അതെ, മദീന എന്ന ഒരു ചെറിയ ഭൂപ്രദേശത്ത് മഹാനായ റസൂലും സഹാബാക്കളും ഈ ഇസ്ലാമിക ചിന്താഗതിയുമായി അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്താൻ പരിശ്രമിക്കുമ്പോ ഒരു ഭാഗത്ത് ജൂതന്മാര്, അതേ ഭാഗത്ത് തന്നെ ക്രിസ്ത്യാനികള്, അവരുടെ സഖ്യകക്ഷിയായി മുശ്രിക്കുകള്, എല്ലാവരും ഒറ്റക്കെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. റസൂലിന്റെ കൂടെയുള്ള സഹാബാക്കളുടെ കൂട്ടത്തിൽ ചുരുങ്ങിയ ആളുകൾ മുനാഫിക്കുകളായിട്ട് അവരും ഈ പുറമെയുള്ള ശത്രുക്കൾക്ക് സപ്പോർട്ട്. ഈ രൂപത്തിൽ നിൽക്കുമ്പോ പരിപൂർണമായി സ്വന്തത്തെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, ഇസ്തിജാബത്ത് ചെയ്യുക, അള്ളാഹു പരിശോധിക്കുകയാണ്. ഇവര് തരുന്നുണ്ടോ, ഇവര് തയ്യാറുണ്ടോ, അള്ളാഹുവിന് വലിയ കൂലി കൊടുക്കണം ഇവർക്ക് എന്ന പരിപാടിയുണ്ട്. അതിനിവർ അർഹരാണോ എന്ന പരിശോധന എല്ലാ നിലക്കും. ഖൈബർ യുദ്ധം നടക്കുകയാണ്. ഖൈബർ യുദ്ധവേളയിൽ മഹാനായ റസൂലുള്ളാഹിയും സഹാബത്തും ഖൈബറിന്റെ അടുത്ത് തമ്പടിച്ചിരിക്കുന്നു. ഭക്ഷണമില്ല, വിശക്കുന്നുണ്ട്. അന്ന് കഴുത മാംസം ജായിസായിരുന്നു. 20ഓളം കഴുതകളെ അറുത്ത് അതിനെ വേവിച്ചു. മാംസത്തിന്റെ ഗന്ധം ഉയരുന്നുണ്ട്, ഏതാണ്ട് കഴിക്കാൻ പാകമായിരിക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിലക്ക്, ഇത് നാദാ മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച ആൾ വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഹാക്കും, റസൂലുള്ള നിങ്ങളോട് വിരോധിക്കുന്നു, അൽ ലുഹൂമിൽ ഹുമുർ, കഴുതയെ തിന്നാൻ പാടില്ല. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. എന്നാൽ ഇതങ്ങ് കഴിച്ചോട്ടെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ വായിൽ വേവ് നോക്കാൻ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്, അവൻ ഇറക്കിക്കോട്ടെ, ഈ പരിപാടിയൊന്നുമില്ല. വിലക്കങ്ങ് കേട്ടപ്പോ അവര് റസൂലിന് ഇജാബത്ത് ചെയ്യുകയാണ്. കള്ള് കുടിക്കരുത് എന്ന് അള്ളാഹുവിന്റെ വിലക്കിങ് വന്നപ്പോ കള്ളിന്റെ പാത്രം തച്ചുടക്കുകയാണ്. വേറെ ന്യായീകരണമൊന്നുമില്ല. ഇന്ന് കൈക്കൂലി വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയില്ലേ, വേറൊട്ടും വാങ്ങൂലേ, അതായിരിക്കും ന്യായം. അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് ഒളിച്ചോടാൻ എന്തെല്ലാം പഴുതുകളുണ്ടോ അതൊന്നും ഇസ്തിജാബത്തല്ല. അള്ളാഹുവിനൊക്കെ പരിശോധനയേ ഉള്ളൂ. ഞാൻ പറയുന്നത് പോലെ ഇവർ നടക്കുന്നുണ്ടോ, അതിനാ നോമ്പൽപ്പിക്കുന്നത്, അതിനാ തറാവീഹ്, അതിനാണ് നമ്മളെ കൊണ്ട് അള്ളാഹു ഇബാദത്ത് ചെയ്യിപ്പിക്കുന്നത്. ഒരു പരിശോധന. ഞാൻ പറഞ്ഞാൽ ഇവര് കേൾക്കോ? അതിന് വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അള്ളാഹു തആല തരും. അള്ളാഹു വളരെ വ്യക്തമായി ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഫഇല്ലം യസ്തജീബൂ ലക്, അവർ നിനക്ക് ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ ഫഅലം, നീ അറിയണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ അവരുടെ ദേഹേച്ഛയെയാണ് പിൻപറ്റുന്നത്. അള്ളാഹ്ക്ക് ഉത്തരം ചെയ്യുന്നില്ല, റസൂലിന് ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആർക്കും ഒരു ഉത്തരം ചെയ്യാത്ത സ്വഭാവക്കാരനൊന്നുമല്ല. അവരവരുടെ ദേഹേച്ഛക്ക് ഉത്തരം ചെയ്യുന്നുണ്ട്. സ്വന്തം ദേഹേച്ഛയെ പിന്തുടർന്ന് ജീവിക്കുന്നവനേക്കാൾ വഴിപിയച്ചവൻ ആരുണ്ട്? സൂറ ഖസസിൽ അല്ലാഹു തആല ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
അങ്ങനെ എല്ലാവരും അള്ളാഹുവിന് ഇജാബത്ത് ചെയ്താൽ അള്ളാഹു തആല ഉത്തരം ചെയ്യുമെന്ന് ഖുർആൻ. നോമ്പിന്റെ ആയത്തിൽ മാത്രല്ല, സഹാബാക്കളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു ഫസ്തജാബ ലഹും റബ്ബുഹും. സഹാബാക്കൾ അള്ളാഹുവിന് ഉത്തരം ചെയ്തു. അങ്ങനെ അവര് ബദറിലേക്ക് പോയി. അള്ളാഹ് ഉത്തരം ചെയ്യുന്ന സഹാബിയാ പോയത്, സഹാബാക്കളാണ് പോയത്. റസൂലിന് ഉത്തരം ചെയ്യുന്ന സഹാബാക്കളാണ് പോയത്. അള്ളാഹ് പറയുന്നു ഫസ്തജാബ ലഹും. അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് തിരിച്ചും ഉത്തരം ചെയ്തു. എന്താണ് ഉത്തരം ചെയ്തത്? ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും. യാതൊരാളുടെയും പ്രതിഫലം പാഴാക്കുകയില്ല എന്ന് മൊത്തത്തിൽ അള്ളാഹു പറഞ്ഞു. അതുപോലെ ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞു 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. അത് ബദരീങ്ങൾക്ക് ഉത്തരം ചെയ്തതാണ്. അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉത്തരം ചെയ്തതാണ്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അമലും ഞാൻ പാഴാക്കി കളയുകയില്ല. ഈ ആയത്ത് അല്ലാഹു തആല പറയുന്നത് എപ്പോഴാ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നിട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും അള്ളാഹുവിനെ ഓർക്കുന്ന, അഥവാ അള്ളാഹ് കൽപ്പിച്ചു ചില കാര്യങ്ങൾ ചെയ്യാൻ അത് അതുപോലെ നിർവഹിക്കുന്ന ആളുകളാണ്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി. അള്ളാഹുവേ, നിന്നെ വിശ്വസിക്കണമെന്ന് ചില ആളുകൾ വിളംബരം ചെയ്യുന്നത് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ റബ്ബനാ വആതിനാ മാ വഅതനാ അലാ റസൂലിക്ക്, നിന്റെ മുർസലീങ്ങളിലൂടെ നീ വാഗ്ദത്തം ചെയ്തത് ഞങ്ങൾക്ക് തരണേ എന്ന് അള്ളാഹുവിനോട് തിരിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. ആ പ്രാർത്ഥിക്കുന്നവരെ പറ്റി അള്ളാഹ് പറഞ്ഞു ഫസ്തജാബ ലഹും റബ്ബുഹും. അവർക്ക് റബ്ബ് തിരിച്ചുത്തരം ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹ് ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ അല്ലാഹു തആല അങ്ങോട്ട് ചോദിക്കുന്നത് തരും എന്നാണ് അള്ളാഹ് പറയുന്നത്. ബദറിലുള്ളതിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ, സഹായം ചോദിച്ചു, അള്ളാഹ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഉത്തരം ചെയ്തു. എന്ത്? അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. തുടരെ വരുന്ന 1000 മലക്കുകളെ വിട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അല്ലാഹു തആല ഇങ്ങോട്ട് ഉത്തരം ചെയ്തു. നമുക്ക് കാണാം, യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് ഉത്തരം ചെയ്തു. മനുഷ്യന്റെ ശരീരത്തിന്റെ താല്പര്യമാണ്, യുവത്വത്തിന് പ്രത്യേകിച്ച് എതിർലിംഗം, അതുമായി ശഹവത്തുണ്ടാകുക, വികാരമുണ്ടാകുക എന്നത്. യൂസുഫ് കൊട്ടാരത്തിലാണ്, ആരെയും പേടിക്കാനില്ല. രാജ്ഞി തന്നെയാണ് സൗകര്യമൊരുക്കുന്നത്. രാജ്ഞി മാത്രമല്ല, രാജ്ഞിയുടെ സുഹൃത്തുക്കളായ മിസ്റിലെ തരുണികൾ എല്ലാവരും ചുറ്റും നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ നോക്കുന്ന രംഗം. ആ രംഗം യൂസുഫ് അലൈഹിസ്സലാമിന്റെ നിലപാട് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജയിലിലകപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിനെ തിരിച്ചു വിളിക്കാൻ രാജാവ് ഉത്തരവിട്ടപ്പോ യൂസുഫ് അലൈഹിസ്സലാം ആദ്യം പറഞ്ഞത് എന്റെ നിരപരാധിത്വം വ്യക്തമാകാതെ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ട് ആ സ്ത്രീകളോട് അന്നത്തെ കഥ എന്താണ് എന്ന് ചോദിക്കണമെന്ന് രാജാവ് ചോദിച്ചു. യൂസുഫിനെ വശീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ യൂസുഫിന്റെ വർത്തമാനം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന്. അപ്പൊ അവര് പറഞ്ഞത് ഒരു വൃത്തികേടും ഉള്ള ആളല്ല യൂസുഫ്, യൂസുഫ് മാന്യനാണ്. അത് പറഞ്ഞപ്പോൾ നാട്ടിലുള്ള സ്ത്രീകൾ മുഴുവനും യൂസുഫിനെ അംഗീകരിച്ചപ്പോൾ രാജാവിന്റെ ഭാര്യയും പറഞ്ഞു, ഇപ്പോഴാണ് സത്യം വ്യക്തമായത്. ഞാനാണ് യൂസുഫിനെ ആവശ്യപ്പെട്ടത്. അദ്ദേഹം സത്യമാണ് പറഞ്ഞത് എന്ന് രാജാവിന്റെ ഭാര്യയും അംഗീകരിച്ചു. എന്നാൽ ആ സംഭവം നടക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നുവെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചെറുപ്പക്കാരനാണല്ലോ, യുവാവാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം. പരിപൂർണമായി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ തന്റെ കഴിവ് പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അള്ളാഹുവിനോട് പറഞ്ഞു, ഈ സ്ത്രീകളുടെ തന്ത്രത്തിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ
അസുബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും. വഅഖും മിനൽ ജാഹിലീൻ, വിവരക്കേട് ചെയ്തു പോകും നാഥ. അതുകൊണ്ട് നിനക്ക് ഇസ്തിജാബത്ത് ചെയ്യാൻ, നിന്റെ വിധി അംഗീകരിച്ച് ജീവിക്കാൻ നീ സഹായിക്കണേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഫസ്തജാബ ലഹു റബ്ബുഹു, യൂസുഫ് അലൈഹിസ്സലാം മിന്നി അല്ലാഹു ഉത്തരം ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഹറാമാക്കിയ സംഗതികളെ അഭിമുഖീകരിക്കുമ്പോ നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കുകയും അതിന് പുറമെ അള്ളാഹിനോട് സഹായത്തിന് അർത്ഥിക്കുകയും വേണമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്കുക പരിശീലനമാണല്ലോ നോമ്പ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന് ഇസ്തിജാബത്ത് ചെയ്യാണ് എന്ന രൂപത്തിൽ ഹറാമ് ഒഴിവാക്കിയാൽ അത് പാകത്താണ്, സ്വർഗത്തിലേക്കുള്ള അമലാണ്. അതേ ഒരു ഹറാമ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാണ്, പക്ഷെ ചെയ്യുന്നില്ല. ആകെ പേടി അള്ളാനെ, പോലീസിനെ പേടിച്ചിട്ടല്ല, കോടതിയെ പേടിച്ചിട്ടല്ല, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട് ഹറാം ഒഴിവാക്കിയാൽ അത് ത്വാഅത്താണ്. അതുകൊണ്ടല്ലേ അർശിന്റെ തണല് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് ഈ രൂപത്തിൽ വളരെ വ്യക്തമായ സംഗതികൾ ഇസ്തിജാബത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി അവൻ കൽപ്പിച്ച കാര്യങ്ങളിലാകട്ടെ വിരോധിച്ച കാര്യങ്ങളിലാകട്ടെ പരിപൂർണമായി അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ പേരാണ് തഖ്വ. ആ തഖ്വയാണ് നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. അത്തരം നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഇതുപോലെ കൂടുന്നതിന് മുമ്പ് ഈ റമദാനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മിലൂടെ കഴിഞ്ഞു പോയത് ഓർമ്മിക്കാനുള്ള ദിവസങ്ങളാണ് നമുക്ക് വരുന്നത്. 17-ാം തീയതി നോമ്പ് 17-ന് ബദർ നടന്നു. റമദാൻ മാസം 20-ന് മക്കം ഫത്ഹ് നടന്നു. അതുപോലെ അവസാനത്തെ 10-ലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റമദാൻ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ നോമ്പ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയമെന്ന് പറയാവുന്ന മിഡിൽ ഈസ്റ്റ് കാർമേഘങ്ങൾ, യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങണമെങ്കിൽ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പാപങ്ങൾ എന്തൊക്കെയാണ്, തെറ്റുകുറ്റങ്ങളും അപാകതകളും എന്തൊക്കെയാണ്, ഏതെല്ലാം കണ്ണിയാണ് അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുന്നതിൽ അറ്റുപോയത് എന്ന് നോക്കി അതെല്ലാം ശരിയാക്കിയിട്ട് ചലിപ്പിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന അള്ളാഹുവിങ്കലേക്ക് ഉയർത്തണം. ഒരു വയറും വിട്ടുപോകരുത്, അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും ധിക്കരിച്ചു പോകരുത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചാൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല തരും. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികൾ, ഇസ്ലാമിന്റെ ആദ്യ ബാച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള റസൂലിന്റെ സഹാബത്ത് മക്കയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോ അല്ലാഹു തആല അവരോട് പറഞ്ഞു, തിരിച്ചൊന്നും അരുതേ, ഒന്നും ചെയ്യരുത്. അവരുടെ കൈ പിടിച്ചു വെച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു പറഞ്ഞു, എന്ത്? കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈ പിടിച്ചൊക്കെ അടിച്ചു പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടും അല്ലാഹു പറഞ്ഞു കുഫു ഐദിയക്കും,
നിങ്ങൾ കൈ പിടിച്ചേക്ക്, ഒന്നും ചെയ്യല്ല. നിങ്ങൾ നമസ്കാരം നിലനിർത്തൂ, കാത്തു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നല്ല സംസ്കാര സമ്പന്നരായി ജീവിക്കുകയും സഹിക്കുകയും ചെയ്യാം. കൊന്നാൽ പോലും സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊന്നു. അത് കണ്ട് യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കുക എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. പക്ഷെ മദീനയിലെത്തിയപ്പോ വീണ്ടും സഹാബാക്കൾ ഞങ്ങൾക്ക് പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചു. അല്ലാഹു തആല അനുവാദം കൊടുത്തു. യുദ്ധരംഗത്ത് രണ്ടാമത്തെ ഘട്ടമാണത്. ഒന്നാമത്തെ ഘട്ടം അള്ളാഹു പിടിച്ചു വെച്ചതാണ്. രണ്ടാമത്തെ ഘട്ടം പ്രതിരോധത്തിനുള്ള സമ്മതമായിരുന്നു. നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ആ പ്രതിരോധ സമ്മതത്തിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്ന അബൂജഹലിന്റെ പാർട്ടിയെ, ശിർക്കിന്റെ പാർട്ടിയെ കുറഞ്ഞ സന്നാഹത്തോടു കൂടി സഹാബത്ത് നേരിട്ട് പരാജയപ്പെടുത്തി. തൗഹീദിന്റെ ഒന്നാം കലിമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തികഞ്ഞ ഒരു പരീക്ഷ തന്നെയായിരുന്നു ആ പരീക്ഷണം. അങ്ങനെ ആ പരീക്ഷയിൽ ജയിച്ചു. അത് റമദാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ മക്കം ഫത്ഹ് നടന്നു. അവിടെയും രക്തച്ചൊരിച്ചിലില്ലാതെ റസൂലുള്ളാഹിയെയും സഹാബത്തിനെയും ആട്ടിയോടിച്ച ആ മക്ക പ്രദേശം റസൂലിന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന രംഗം, അഥവാ വ്യക്തമായ വിജയമായിരുന്നു അത്. ആ വിജയത്തോടു കൂടിയാണ് കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയത്. പലരും മുസ്ലിമാകാൻ അറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കഅബത്തിന്റെ നേതൃത്വം മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയാൽ നോക്കാം എന്ന് പറഞ്ഞ് യമൻകാരൊക്കെ മടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അത്. അതുകൂടി കിട്ടിയപ്പോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഇനി മരിക്കാനുള്ള വഫാത്തിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള പ്രവർത്തനങ്ങളും ആകണമെന്ന് റസൂലിനെ സൂചിപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് പരിപൂർണമായ ഇസ്തിജാബത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മുന്നോട്ട് പോയത്. അത് തന്നെയായിരുന്നു അവരുടെ പ്രാർത്ഥനക്കെല്ലാം തിരിച്ചും അല്ലാഹു തആല ഉത്തരം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മോട് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോട് വളരെ കുറച്ച് മാത്രമുള്ള കാര്യങ്ങളെ ഇസ്ലാം പറയുന്നുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു സ്ത്രീ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചു, വസാമത്ത് ശഹറഹ, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റു, അതുപോലെ വഹഫളത്ത് ഫർജഹ, ചാരിത്ര്യ ശുദ്ധിയോടുകൂടി ജീവിച്ചു, വഅതാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ആ സഹോദരിക്ക് സ്വർഗത്തിലേക്ക് പോകാം. വളരെ ചുരുങ്ങിയ ഇസ്തിജാബത്ത് ചെയ്യാനുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അംഗീകരിച്ച് നടപ്പിൽ വരുത്താൻ, റസൂല് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ, അതിന് യാതൊരു മായവും ചേർക്കാതിരിക്കാൻ, ഒരു മാറ്റത്തിരുത്തലും പിന്നും വിധേയമാകാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിപൂർണമായ ആജ്ഞാനുവർത്തികളായി അള്ളാഹു നമ്മെ ജീവിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിനക്ക് വേണ്ടി നോമ്പെടുത്തവരാണ്. നീ നോമ്പ് സ്വീകരിക്കണേ റഹ്മാനെ, നോമ്പ് സ്വീകരിക്കണേ റഹ്മാനെ, അപാകതകൾ പൊറുക്കണേ റഹ്മാനെ, നോമ്പുകാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സദഖകള്, സകാത്ത്, പരോപകാര പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ, ദിക്റുകൾ സ്വീകരിക്കണേ റഹ്മാനെ, ഖുർആൻ പാരായണം സ്വീകരിക്കണേ റഹ്മാനെ, തറാവീഹ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ അമലുകളും വലുതായി സ്വീകരിച്ച് സ്വർഗപ്രവേശനത്തിന് നിമിത്തമാക്കണേ റഹ്മാനെ. അപാകതകളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. നീ
തന്നതിന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. കടങ്ങളെല്ലാം വീട്ടിത്തരണേ റഹ്മാനെ. രോഗങ്ങളെ ശിഫയാക്കി തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ റഹ്മാനെ. ദീനിനോട് ബന്ധമുള്ള മക്കളാക്കി തരണേ റഹ്മാനെ. വളരെ നല്ല ഒരു മഹല്ലായി ഞങ്ങളുടെ മഹല്ലിനെ അഭിവൃദ്ധിപ്പെടുത്തണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. രക്ഷ നൽകണേ റഹ്മാനെ. യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്ന് മുസ്ലിം ലോകത്തെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അതിന് മുതിരുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ റഹ്മാനെ. ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തണേ റഹ്മാനെ. അപകടകരമായ രംഗങ്ങൾ കണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.